ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട്ട് ഏവർക്കും സ്വാഗതം. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് CCL സീസൺ 12 എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഈ CCL എ കാറ്റഗറി ബി കാറ്റഗറി എന്താണ്, ഇതിന്റെ നിയമങ്ങൾ എന്താണ്, കളിയിൽ ഈ 20 ഓവറിനുള്ളിൽ ബാറ്റിങ്ങിനെയും ബൗളിങ്ങിനെയും പ്രത്യേക തരം CCL നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയത്തില്ലാത്തവരാണ് കൂടുതൽ. കാരണം അവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ മദൻ മോഹനെ ഓപ്പണിംഗ് ഇറക്കാത്തത് എന്തുകൊണ്ട്, അതുപോലെ തന്നെ അഖിൽ മാരാരെയും ഷെരീഖിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല, മണിക്കൂട്ടനെ എന്തിനാണ് പവർ പ്ലേ ഓവറിൽ ബോൾ ചെയ്യിപ്പിക്കുന്നത്, മണിക്കൂട്ടനെയും ഒക്കെ എന്തിനാണ് നേരത്തെ ബാറ്റിങ്ങിൽ അയക്കുന്നത്, അരുൺ ബെന്നിനെ എന്തുകൊണ്ട് നേരത്തെ, ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ എ കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ള നിയമങ്ങളൊക്കെ CCL തുടങ്ങുമ്പം തൊട്ടേ ഇല്ല. ഇതൊരു പകുതി എത്തിയതിനു ശേഷമാണ് ഇവരിത് കൊണ്ടുവന്നത്. ഇതത് കൊണ്ടുവരാൻ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പോൾ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. CCL ഫസ്റ്റ് സീസണിൽ നമ്മുടെ ഒരു 4 ടീമാണ് CCL പങ്കെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് വീഡിയോ ചിലപ്പം നമ്മളെല്ലാ കാര്യവും പറയുന്നുണ്ട്, കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ കാണുക, മൊത്തം കാണണം, എന്നാലേ അതിന് മനസ്സിലാവുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോയേക്കരുത്. അപ്പോൾ CCL ഫസ്റ്റ് സീസണിൽ ആകെ 4 ടീം ഉണ്ടായിരുന്നുള്ളൂ. തെലുങ്ക് വാരിയേഴ്സ്, മുംബൈ, കർണാടക ബുൾഡോസേഴ്സ്, ചെന്നൈ. അപ്പം ഈ 4 ടീമായിരുന്നു ആദ്യം CCL തുടങ്ങിയത്. നമ്മൾ കേരള സ്ട്രൈക്കേഴ്സ് വന്നത് 2011-ലോ 12-ലോ അങ്ങാണ്ടാണ്. എനിക്ക് അത്ര ഉറപ്പ് കിട്ടുന്നില്ല, ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയണം. ആ സീസണിൽ നമ്മുടെ കേരള സ്ട്രൈക്കേഴ്സ് വരുമ്പം കേരള സ്ട്രൈക്കേഴ്സിൽ എല്ലാവരും എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സെലിബ്രിറ്റികൾ തന്നെയാണ് ഇതിനകത്ത് കളിച്ചവർ. ലാലേട്ടൻ, ഇന്ദ്രിയത്ത്, കുഞ്ചാക്കോവൻ, അങ്ങനെയുള്ള എല്ലാവരും. കാരണം CCL വേണ്ടി ആരും ടീമിൽ വന്നിട്ടില്ല. അതിന് മുമ്പേ തന്നെ സിനിമയിലുള്ളവരും സിനിമയിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാമാണ് ആ കേരള സ്ട്രൈക്കേഴ്സ് ടീമിലുണ്ടായിരുന്നത്. നമ്മുടെ പൃഥ്വിരാജും ആസിഫ് അലി വരെ ടീമിലുണ്ടായിരുന്നു. അവസാനം പരിശീലനത്തിനൊന്നും വരാത്തത് കൊണ്ട് അവരെ ടീമിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പരിശീലനത്തിന് വരാത്തവരെ ടീമിൽ ഉൾപ്പെടുത്താത്തത് അന്നു മുതലും ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നുമുണ്ട് അവര്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷം 2013-ലാണെന്ന് തോന്നുന്നു നമുക്ക് കുറെ പുതിയ പ്ലെയേഴ്സിനെ കൊണ്ടുവന്നു. നമ്മൾ ആ സീസണിലാണ് നമ്മൾ ഫൈനലിൽ വരെ കളിച്ചത്. മദൻ മോഹൻ, അതേപോലെ തന്നെ നമ്മുടെ ഗെയിൽ കുട്ടപ്പൻ, സുമേഷ്, പിന്നെ രാഘേന്ദു, അങ്ങനെ വരുന്ന ഒരു പ്ലെയർ അടക്കം 2013-ൽ അവരൊരു സിനിമയിൽ അഭിനയിപ്പിച്ചു. നമ്മുടെ പ്രിയദർശൻ ഒരു സിനിമ ചെയ്തു. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് അങ്ങാണ്ടാണ് സിനിമ. ശ്രീ പ്രിയദർശൻ പ്രസൻസ് ആണ് ആ സിനിമ നിർമ്മിച്ചത്. അപ്പോൾ നഖങ്ങളോ അങ്ങനെ എന്താണ് സിനിമയുടെ പേര്. അങ്ങനെ ഇവരെ CCL കൊണ്ടുവന്നു, ഇവരെ അമ്മയിൽ അംഗമാക്കി. എന്നിട്ട് CCL കൊണ്ട് രജിസ്റ്റർ ചെയ്തു. ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് കളിക്ക് വേണ്ടി തന്നെ, ഈ CCL കളിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവരെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ചു, അമ്മയിൽ അംഗമാക്കി, CCL രജിസ്റ്റർ ചെയ്തു, ഇവർ കളിച്ചു. അപ്പോൾ ഈ CCL കമ്മിറ്റി നോക്കുമ്പോൾ മിക്ക ടീമുകളും ഇത് ചെയ്തിട്ടുണ്ട്. കാരണം എന്നാ, ഒരുവിധം സെലിബ്രിറ്റികളല്ല, ഈ സെലിബ്രിറ്റികൾ എന്നുള്ള രീതി അങ്ങ് മാറി കളിയിൽ നിന്ന്. ലാസ്റ്റ് ശരിക്കുള്ള പ്ലെയേഴ്സ് ഒരു സിനിമയിലൊക്കെ അഭിനയിപ്പിച്ചു. അത് ആർക്കും പറ്റും, ഒരു സിനിമയിൽ ഒക്കെ അവസരം കൊടുത്തിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്ക ടീമും ഇങ്ങനെ ആയി കഴിഞ്ഞപ്പം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്നുള്ളത് ആശയം ഇവിടെ അങ്ങോട്ട് പ്രശ്നമാവാൻ തുടങ്ങി അവർക്ക്. കാരണം അത് വലിയ കളിക്കാർ മാത്രം, ഇതിൽ പോകെ ഇത് ലാസ്റ്റ് കളിക്കാരുടെ മാത്രം ഒരു ലീഗായിട്ട് മാറും. അപ്പൊ കാണികളുടെ ഇത് കുറയും. കാരണം അവരുടെ ആരാധകർക്ക് സെലിബ്രിറ്റികൾ ക്രിക്കറ്റ് കളി കാണുമ്പോൾ അതൊരു രസം. അങ്ങനെയാണ് ആരാധകർ കൂട്ടും. അപ്പൊ ഇവർ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് CCL കമ്മിറ്റി എന്ന് വെച്ചാൽ സംഘാടകര് അവര് നിയമം കൊണ്ടുവന്നതാണ് ഇത് എ കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ള നിയമങ്ങളൊക്കെ അതിനുശേഷമാണ് വന്നത്. കാരണം ഇത് ടീമുകള് ശരിക്ക് സെലിബ്രിറ്റികൾ അല്ലാത്തവരെ ടീമിൽ ഉൾപ്പെടുത്താൻ തുടങ്ങിയതിന് ശേഷമാണ് എ കാറ്റഗറിയും ബി കാറ്റഗറിയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം ചിലർ ചോദിക്കുന്നു പ്രചോദ് കലാഭവൻ. അപ്പം അതിനിടയ്ക്ക് അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു 5 സിനിമയിൽ നായകനാവണം എന്ന് കഴിഞ്ഞാൽ മാത്രമേ എ കാറ്റഗറി പ്ലെയർ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രചോദ് 5 സിനിമയിൽ നായകനായിട്ടുണ്ടോ എന്ന്. ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ CCL തുടങ്ങിയ സീസൺ, ഫസ്റ്റ് സീസൺ, ആ സീസണിന് മുമ്പിലും ആ സീസണിലുള്ളവരൊക്കെ എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ്. കാരണം അവരൊക്കെ മുന്നേ സിനിമയിലുള്ളവരാണ്. ചെറിയ റോളിലാണെങ്കിലും വലിയ റോളിലാണെങ്കിലും എന്താണെങ്കിലും അവർ മുന്നേ സിനിമയിലുള്ളവരാണ്. അവർ ഓൾറെഡി സെലിബ്രിറ്റികളാണ്. അവർ CCL വേണ്ടിയിട്ട് സിനിമയിൽ വന്നവരല്ല. അപ്പൊ CCL എന്ന് ഫസ്റ്റ് സീസൺ ആരംഭിച്ചു,
അതിന് ശേഷം സിനിമയിൽ വന്നവരെല്ലാം എ കാറ്റഗറി പ്ലേയേഴ്സ് ആവണമെങ്കിൽ ശ്രദ്ധിക്കുക, CCL തുടങ്ങിയതിന് ശേഷം സിനിമയിൽ വന്നവർക്കാണ് എ കാറ്റഗറി പ്ലെയർ ആവണമെങ്കിൽ 5 സിനിമയിലെങ്കിലും നായകനാവണം എന്നുള്ള ഒരു നിബന്ധന വന്നത്. അതിനു മുമ്പേ ഉള്ളവരെല്ലാവരും എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ്. അവര് 5 സിനിമയിലെ നായകനൊന്നും ആവണ്ട, കുറച്ച് സിനിമയിൽ അഭിനയിച്ചാൽ മതി, അമ്മയില് അംഗമായാൽ മതി. നമ്മുടെ നിഖിൽ മേനോനോ അവരൊക്കെ എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ് പണ്ടത്തെ. കാരണം 1-2 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ അത് മതി. അപ്പോൾ CCL തുടങ്ങിയതിന് ശേഷമാണ് ഈ കാറ്റഗറി വന്നത്. അപ്പം അങ്ങനെ വന്നതുകൊണ്ടാണ് 5 സിനിമയിൽ നായകനായാലേ എ കാറ്റഗറി പ്ലെയേഴ്സ് ആവുള്ളൂ. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മിക്കവരും ബി കാറ്റഗറി പ്ലെയേഴ്സ് ആയിട്ട് ഒതുങ്ങിപ്പോയത്. അതുകൊണ്ടാണ് നമ്മുടെ എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിട്ട് നമ്മുടെ മണിക്കുട്ടനും പ്രജോദ്, ബിനീഷ് കൊടിയേരി, ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും തന്നെ എ കാറ്റഗറി പ്ലെയറും മറ്റുള്ളവരെല്ലാം 5 സിനിമയിൽ അഭിനയിച്ച് നമ്മുടെ പെപ്പെ, അതേപോലെ തന്നെ സിജു വിൽസൺ, അങ്ങനെയുള്ളവരെല്ലാം എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾക്ക് എ കാറ്റഗറി പ്ലെയേഴ്സ് എങ്ങനെയാണ് ഫീൽഡിൽ ഇറങ്ങേണ്ടത്, ബി കാറ്റഗറി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എ കാറ്റഗറി പ്ലെയേഴ്സ് നമ്മൾ ബാറ്റിങ്ങിലാണെങ്കിൽ, നമുക്ക് ബാറ്റിംഗ് ആയി നോക്കാം. ബാറ്റിങ്ങിലാണെങ്കിൽ ആദ്യത്തെ 1, 2, 3 സ്ഥാനക്കാര് എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ഇറങ്ങിയിരിക്കണം. മാത്രമല്ല അവർ 6 ഓവറും അവർ എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ബാറ്റിംഗ് ചെയ്യണം. അപ്പോൾ 6 ഓവറിന് ശേഷം ഈ നമ്മുടെ 4-മനായിട്ട് ഇറങ്ങുന്ന ആൾക്ക് ബി കാറ്റഗറി പ്ലെയർക്ക് ഇറങ്ങാവുന്നതാണ്. അത് 4-മനായിട്ട് ഇറങ്ങിയപ്പോൾ 6 ഓവറിന് മുമ്പേ തന്നെ 2 വിക്കറ്റ് പോയി ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ പിന്നെയും എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ 6 ഓവറിനുള്ളിൽ ഇറങ്ങണം. ബി കാറ്റഗറി പ്ലെയേഴ്സ് ഇറങ്ങണമെങ്കിൽ 6 ഓവർ കഴിയണം. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ബാറ്റ് ചെയ്യുമ്പം ഒരെൻഡിൽ എ കാറ്റഗറി പ്ലെയറും മറ്റേ എൻഡിൽ ബി കാറ്റഗറി പ്ലെയറും 6 ഓവറിന് ശേഷം അങ്ങനെ ആയിരിക്കണം ബാറ്റ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ അർജുനും വിവേക് ഗോവനും 6 ഓവറിന് ശേഷം ക്രീസിലുണ്ടെങ്കിൽ അർജുൻ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് ബി കാറ്റഗറി പ്ലെയറെ ഇറക്കാം. ബി കാറ്റഗറി പ്ലെയർ മദൻ മോഹൻ ഇറങ്ങി, മദൻ മോഹൻ ഔട്ടായി കഴിഞ്ഞാൽ നമുക്ക് അരുൺ ബിന്നിനെ ഇറക്കാം. ആ സ്ഥാനത്ത് അർജുൻ വിവേക് ഗോവൻ ഔട്ടായി, അതിനുശേഷം മദൻ മോഹൻ വന്നു. അർജുൻ ഔട്ടാവുമ്പം നമുക്ക് അരുൺ ബിന്നിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതിനുശേഷം പ്രജോദോ മണിക്കൂട്ടനോ അങ്ങനെ ആരെങ്കിലും എ കാറ്റഗറി പ്ലെയേഴ്സിനെ കളിപ്പിക്കണം. ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഒരേ സമയത്ത് എയും ബിയും ബാറ്റ് ചെയ്യണം. 2 എ കാറ്റഗറി പ്ലെയേഴ്സിന് തുടക്കം മുതൽ അവസാനം വരെ ബാറ്റ് ചെയ്യാം. എന്നാൽ 2 ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരേ സമയം ബാറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ പറ്റും എ കാറ്റഗറി പ്ലെയേഴ്സ് എല്ലാം ഔട്ടായതിനു ശേഷം. എ കാറ്റഗറി പ്ലെയേഴ്സ് എല്ലാം ഔട്ടായതിനു ശേഷം മാത്രമേ ബി കാറ്റഗറി പ്ലെയേഴ്സിന് ഒരേ സമയം 2 എൻഡിൽ ബാറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ നമ്മുടെ ബൗളിങ്ങിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ 6 ഓവർ എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ബോൾ ചെയ്യണം. ഒന്നാമത്തെ നിയമം അതാണ്. പിന്നെ ഈ ബി കാറ്റഗറി പ്ലെയേഴ്സിന് 7 ഓവറോ 8 ഓവറോ അങ്ങാണ്ട് ബോൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ 12 ഓവറോ 13 ഓവറോ അങ്ങാണ്ട് എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ബോൾ ചെയ്യണം. പിന്നെ നേരത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു, എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ 2 എൻഡിലും എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ് ബാറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ബോളിംഗ് ടീമിൽ എ കാറ്റഗറി പ്ലെയേഴ്സ് തന്നെ ബോൾ ചെയ്തുകൊണ്ടിരിക്കണം. ബി കാറ്റഗറി പ്ലെയേഴ്സിന് ബോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അതിൽ മാറ്റം വന്നോന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പോൾ അങ്ങനെയുണ്ട്. ബൗളിങ്ങിൽ ഇങ്ങനത്തെയും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എ കാറ്റഗറി ബി കാറ്റഗറി പ്ലെയേഴ്സിനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇറക്കാൻ പറ്റാത്തതും. അവർ അറിയത്തില്ലാത്തതുകൊണ്ടല്ല. CCLന് കുറേ നിയമങ്ങളുണ്ട്. ബൗളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും ടീമിൽ ഇറക്കുന്ന. അപ്പം 7 പേര് പിന്നെ എ കാറ്റഗറിയും 4 പേര് ബി കാറ്റഗറിയുമാണ് വേണ്ടത്. അവർക്ക് പിന്നെ ബോൾ ചെയ്യേണ്ടത് ഇങ്ങനെയുണ്ട്. എ കാറ്റഗറിക്ക് എ കാറ്റഗറി തന്നെ ബോൾ ചെയ്യണം. ബാറ്റ് ചെയ്യുമ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ബി കാറ്റഗറി പ്ലെയേഴ്സ് എന്ന് പറയുന്നത് 1 സിനിമ 2 സിനിമ അല്ലെങ്കിൽ കുറച്ച് അങ്ങനെയൊക്കെ ചെയ്തു വരുന്നവരാണ്. നല്ലപോലെ കളി അറിയാവുന്നവരാണ് ബി കാറ്റഗറി പ്ലെയേഴ്സ്. അവരെ അധികം ടീമിൽ കുത്തി നിറയ്ക്കാൻ പാടില്ല എന്നുള്ള ഒരു കൊണ്ട് തന്നെയാണ് ഇവരിങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. കാരണം ഇപ്പം കർണാടക ബുൾഡോസേഴ്സ്, തെലുങ്ക് വാരിയേഴ്സ് ഇവർക്കൊക്കെ ഇത് അടിപൊളിയാണ്. കാരണം അവർ മിക്കവരും എ കാറ്റഗറി പ്ലെയേഴ്സ് ആണ്. അവരുടെ എല്ലാം സെഞ്ചുറി അടിക്കുന്നവരെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു നിയമം വരാൻ കാരണവും CCL സെലിബ്രിറ്റികൾ തന്നെ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ നിയമം കൊണ്ടുവന്നത്. അത് ഒരു കണക്കിന് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ
നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇപ്പം മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. കുറച്ച് ലെങ്ത് കൂടി പോയിട്ടുണ്ട്, ക്ഷമിക്കുക. ഇത് മൊത്തം ഇതിങ്ങനെ പറയേണ്ടതുകൊണ്ടാണ്.